ഹായ് ഫ്രണ്ട്സ്, നമുക്കിനി ഡിട്രാൻസിറ്റീവ് വേർബ്സ് എന്താണെന്ന് നോക്കാം. ഡിട്രാൻസിറ്റീവ് വേർബ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് ഒബ്ജക്റ്റിനെ ഒരു സെന്റൻസിൽ എടുക്കാൻ കഴിവുള്ള വേർബിനെയാണ് നമ്മൾ ഡിട്രാൻസിറ്റീവ് വേർബ്സ് എന്ന് പറയുന്നത്. അതായത് ചില വേർബ്സ് ഡാറ്റീവ് മാത്രമായിട്ട് വരും, പക്ഷെ അതുപോലെ തന്നെ ചില വേർബ്സിന് അക്വസാറ്റീവിലും ഡാറ്റീവിലും ഒരുപോലെ വരാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള വേർബിനെയാണ് ഡിട്രാൻസിറ്റീവ് വേർബ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിറക്റ്റ് ഒബ്ജക്റ്റിനെ എടുക്കാൻ സാധിക്കും, ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റിനെ എടുക്കാനായിട്ടും സാധിക്കും. ഡിറക്റ്റ് ഒബ്ജക്റ്റിനെ എടുക്കുമ്പോൾ അത് അക്വസാറ്റീവും ഇൻഡയറക്റ്റിനെ എടുക്കുമ്പോഴും അത് ഡാറ്റീവ് ആയിട്ടാണ് മാറുന്നത്. അത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഇനി ഡിട്രാൻസിറ്റീവ് വേർബ്സ് എപ്പോഴാണ് അക്വസാറ്റീവ് ആയിട്ട് മാറുന്നത്? അതൊരു തിങ് ആണെങ്കിൽ, അല്ലെങ്കിൽ വാട്ട് ഈസ് ബീങ് ഡൺ അല്ലെങ്കിൽ ഗീവൺ, അതൊരു തിങ് ആണെങ്കിൽ അക്വസാറ്റീവും, അതൊരു പേഴ്സൺ അല്ലെങ്കിൽ അതൊരു റിസീവർ ആണെങ്കിൽ അത് ഡാറ്റീവ് ആയിട്ടും മാറും. ഒരു എക്സാമ്പിൾ നോക്കാം. ഇഷ് ഗേബെ ഡിർ ദസ് ബുക്ക്. ഇവിടെ ഡിർ അതായത് പേഴ്സൺ എന്ന് പറയുന്നത് ഡാറ്റീവും ദസ് ബുക്ക് എന്ന് പറയുന്നത് അക്വസാറ്റീവും. ഇതിന്റെ ഫുൾ വീഡിയോ ഞാൻ എന്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ കമന്റ് ബോക്സിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ മെൻഷൻ ചെയ്യാം. അതുപോലെ തന്നെ ഡിട്രാൻസിറ്റീവ് വേർബ്സിനകത്ത് വരുന്ന വേറൊരു പാർട്ടാണ് ഫ്ലെക്സിബിൾ വേർബ്സ്. അതും ഞാൻ ആ ഫുൾ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. താങ്ക് യു.